ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെ എൻ്റെ 7ാമത്തെ ദിവസമാണ്. അതായത് ഉസ്ബെക്കിസ്ഥാനിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ട് 7ാമത്തെ ദിവസം. എക്സ്പ്ലോറിംഗ് യൂണി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. അബ്രോഡ് പോയി MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിക്കും അവരുടെ പേരൻസിനും ഓരോ രാജ്യങ്ങളിലും പോയി അവിടെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് പോയി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി റിസർച്ച് ചെയ്തതിന് ശേഷം യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫോറിൻ ഡിഗ്രി എക്സ്പ്ലോറിംഗ് യൂണി സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നും മറച്ചു വെക്കാതെ എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന സമർഖന്ദ് സിറ്റിയാണ് കാണാനുള്ളത്. ഈ സിറ്റിയിൽ ഭൂരിഭാഗവും മുഗൾ സമയത്ത് അവരുണ്ടാക്കിയ പേർഷ്യൻ സ്റ്റൈലുള്ള ആർക്കിടെക്ചേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മുഗൾ ആർക്കിടെക്ചേഴ്സ് കാണാൻ വേണ്ടിയിട്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ടൂറിസ്റ്റുകൾ സമർഖന്ദിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ രാവിലത്തെ ചായയും കുടിച്ച് സമർഖന്ദ് കാണാൻ ഇറങ്ങി. ഇന്ന് വലിയ ചൂടൊന്നുമില്ലാത്ത ഒരു നൈസ് കാലാവസ്ഥയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഉസ്ബെക്കിസ്ഥാനിലെ സമർഖന്ദ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ ഈ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ലീവ് കിട്ടുന്ന സമയത്ത് വരുന്ന ഓൾമോസ്റ്റ് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു 10 മിനിറ്റ് മാത്രം ഡിസ്റ്റൻസ് ഉള്ള ഒരു മെയിൻ ടൂറിസ്റ്റ് ലൊക്കേഷൻ. ഓൾമോസ്റ്റ് ഉസ്ബെക്കിസ്ഥാൻ വിസിറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും ഈ ഒരു ലൊക്കേഷനിൽ വന്നിട്ടുണ്ടാവും. ഇതാണ് രജിസ്ഥാൻ സ്ക്വയർ എന്ന് പറയുന്നത്. ഞാൻ രജിസ്ഥാനിലേക്ക് യാണ്ടക്സ് ഇട്ടപ്പോൾ രജിസ്ഥാൻ്റെ മുന്നിലാണ് ടാക്സി വന്നിറങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒന്നെങ്കിൽ ബസ്സിലോ അല്ലെങ്കിൽ ടാക്സിയിലോ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പോൾ ഈ രജിസ്ഥാൻ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു 3 മദ്രസകളുടെ കോംബോ ആണ്. അമീർ തിമൂറിൻ്റെ കൊച്ചുമോനാണ് ആദ്യമായിട്ട് ഈ ഒരു രജിസ്ഥാൻ സ്ക്വയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ വലിയൊരു കോമ്പൗണ്ട് ഉള്ള നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപാട് ആളുകൾ വരുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് രജിസ്ഥാൻ സ്ക്വയർ. സമർഖന്ദിൽ വരുന്ന എല്ലാവരും ആദ്യം തന്നെ പോകുന്നത് രജിസ്ഥാനിലേക്കായിരിക്കും. കാരണം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും യൂട്യൂബിൽ സെർച്ച് ചെയ്താലൊക്കെ നമ്മൾ കാണുന്ന സമർഖന്ദിന്റെ വീഡിയോസിലൊക്കെ രജിസ്ഥാൻ കാണാൻ പറ്റും. ഞാൻ അവിടെ എത്തിയത് രാവിലെ ആണെങ്കിൽ പോലും അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഈ കടലുകളൊക്കെ കയ്യിലെടുത്തുകൊണ്ടൊന്ന് വിൽക്കൂലേ, അതുപോലെ സാൻഡ്വിച്ചും ബർഗറൊക്കെ ഓരോരുത്തർ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ടായിരുന്നു. രജിസ്ഥാൻ സ്ക്വയറിന്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ ചായക്കടകൾ ഉണ്ടായിരുന്നു. ഈ രജിസ്ഥാൻ സ്ക്വയറിന്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് കയറേണ്ടത് എന്നുള്ളത് എനിക്ക് ആദ്യം ഒരു ഐഡിയയും കിട്ടിയില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രജിസ്ഥാൻ സ്ക്വയറിന്റെ സൈഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് കല്യാണ ജോഡികൾ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാ സ്ഥലത്തും കല്യാണ ഷൂട്ട് നടക്കുന്നുണ്ട്. ഇവിടെ വേറൊരു കല്യാണ ഷൂട്ട് ഉണ്ട്. ഇത് കല്യാണ മാസം. അങ്ങനെ തെരഞ്ഞു തരുന്ന ഞാൻ രജിസ്ഥാന്റെ ഒരു ഭാഗത്ത് ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റ് കൗണ്ടർ കണ്ടു. ഉള്ളിൽ കയറാൻ ഇവിടുത്തെ 50,000 രൂപ, അതായത് നാട്ടിലത്തെ 230 രൂപയുടെ അടുത്ത്. രജിസ്ഥാൻ സ്ക്വയറിന്റെ ഉള്ളിലേക്ക് കയറിയപ്പം ആ ബിൽഡിങ്ങിന്റെ താഴെ നടുമുറ്റത്തേക്ക് എത്തിയ സമയത്താണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ വലിപ്പം എനിക്ക് മനസ്സിലാവുന്നത്. ശരിക്കും ഭയങ്കര വലിയ 3 ബിൽഡിങ്ങുകളായിരുന്നു അത്. ഈ ബിൽഡിങ്ങിന്റെ ചുമരുകളിൽ ചിത്രപ്പണികൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അറബിയുള്ള കുറേ വാക്കുകളും അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനതിൽ ശ്രദ്ധിച്ചത് ഒരു പുലി മാനിനെ പിടിക്കാൻ പോകുന്നതായിട്ടുള്ള ഒരു ചിത്രമാണ്. ഇതിൽ നിന്ന് അവർ ഉദ്ദേശിച്ചുള്ളത് മാനിന്റെ പിന്നാലെ പുലി എങ്ങനെയാണോ ഓടുന്നത് ആ രീതിയിൽ അറിവിന്റെ പിന്നാലെ വിദ്യാർത്ഥികൾ ഓടിയിട്ട് അത് നേടിയെടുക്കണം എന്നുള്ളതാണ്. അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ശരിക്കും അമീർ തിമൂറിന്റെ കൊച്ചുമോൻ ഉലുഗ്ബെക്ക് അറിവിനും ശാസ്ത്രത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു രാജാവായിരുന്നു. തിമൂർ ഡൈനാസിയുടെ പല ഭാഗത്തു നിന്നും ശാസ്ത്രജ്ഞരെയും വിജ്ഞാനികളെ എല്ലാം സമർഖന്ദിലേക്ക് കൊണ്ടുവന്ന് സമർഖന്ദ് അറിവിന്റെ ഒരു കേന്ദ്രമാക്കി മാറ്റാനാണ് ഉലുഗ്ബെക്ക് ശ്രമിച്ചിട്ടുള്ളത്. ഈ ശാസ്ത്രകാരന്മാരും പണ്ഡിതന്മാരൊക്കെ അവരുടെ ഭൂരിഭാഗം ക്ലാസ്സുകളും രജിസ്ഥാനിൽ വെച്ചിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് രജിസ്ഥാൻ മദ്രസ എന്ന് വിളിക്കുന്നത്. ശരിക്കും ക്ലാസ്സുകൾ നടത്താനുള്ള ഒരു മദ്രസയായിരുന്നു ഈ രജിസ്ഥാൻ സ്ക്വയർ. അങ്ങനെ ഞാൻ രജിസ്ഥാൻ സ്ക്വയറിന്റെ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി വെക്കാം, എന്താണ് ഇതിന്റെ ഉള്ളിലുള്ളതെന്ന് അറിയാലോ എന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോയി. ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറിയപ്പം ശരിക്കും അവിടെ ഒരു നടുമുറ്റം മാത്രമായിരുന്നു. ആ നടുമുറ്റത്ത് ഇരിക്കാനും വിശ്രമിക്കാനും നടക്കാനുള്ള കുറച്ച് അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ആ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി മറ്റൊരു ബിൽഡിങ്ങിലേക്ക് കയറി നോക്കി. അവിടെയും ഇതുപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ മദ്രസകൾ ചുറ്റി കാണുന്ന സമയത്ത് ഓരോ ഉസ്ബെക്കിസ്ഥാനികൾ എന്നോട് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റികളിലും മറ്റ് സിറ്റികളിലും എല്ലാം പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഉസ്ബെക്കിസ്ഥാനികൾ സ്വർണ്ണപ്പല്ല് വെക്കാറുണ്ട്. സ്വർണ്ണപ്പല്ല് വെക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രസ്റ്റീജിന്റെ ഭാഗമായിട്ടാണ് അവർ കാണുന്നത്. പക്ഷേ യങ്ങായിട്ടുള്ള ആളുകളൊന്നും ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. മിഡിൽ ഏജ് അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് സ്വർണ്ണപ്പല്ല് വെക്കുന്നത് കണ്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ അഫ്ഗാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ കാണുന്നത് പോലുള്ള ഒരു ഡ്രസ്സിങ് അല്ല ഇവരുടെ ഒരു യൂറോപ്യൻ ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഇന്ത്യൻ നമ്മളൊക്കെ ധരിക്കുന്ന പോലുള്ള ഡ്രസ്സുകളാണ്. പാൻറ്റും ഷർട്ടും അല്ലെങ്കിൽ ടീഷർട്ടും പാൻറ്റും ജാക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ ഡ്രസ്സിങ് കാര്യങ്ങൾ. ആ ഡ്രസ്സിങ്ങിൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ അതുപോലുള്ള സ്ഥാനം വെച്ചിട്ട് നമ്മൾ ഇപ്പം ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞുള്ള സ്ഥാനം വെച്ചിട്ടുള്ള പേരായുണ്ട്. ആദ്യം തന്നെ എല്ലാവരും റിലേറ്റ് ചെയ്യുക അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ടാണ്. അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രാജ്യമാണ് ശരിക്കും ഉസ്ബെക്കിസ്ഥാൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേത് സെൻട്രൽ ഏഷ്യൻ കൺട്രിയാണ്. ഈ കൺട്രീസും നേരത്തെ പറഞ്ഞ കൺട്രീസും സെൻട്രൽ ഏഷ്യയിലല്ല. സെൻട്രൽ ഏഷ്യയിലുള്ള കൾച്ചർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ടു യൂറോപ്പാണ്. അങ്ങനെ ഞാൻ രജിസ്ഥാൻ സ്ക്വയറിന്റെ പുറത്തിറങ്ങിയ സമയത്ത് അവിടെ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങളും അതുപോലെ തന്നെ സാൻഡ്വിച്ചും തസ്ബിയ മാലകളും എല്ലാം വെക്കുന്ന ചെറിയ 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 ഉന്തുവണ്ടി കടകളുണ്ടായിരുന്നു. ഇവിടെ കുറേ നമ്മുടെ നാട്ടിലൊക്കെ പോലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതിൻ്റെ മുന്നിൽ ചെറിയ 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 സാധനങ്ങൾ വിൽക്കുന്ന ആളുകളുണ്ടാകും. രജിസ്ഥാൻ ഒരു എക്കോ ഫ്രണ്ട്ലി സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രിക് വെഹിക്കിൾസ് അതുപോലെ തന്നെ സൈക്കിൾ റിക്ഷാസ് പോലുള്ള വണ്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അല്ലാത്ത വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. രജിസ്ഥാൻ നമുക്ക് ഒരു പ്രാവശ്യം കാണാൻ പറ്റുന്ന, അതായത് ഭയങ്കര വാവുന്നില്ല, എന്നാലും ഒരു പ്രാവശ്യം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പഴയ ഒരു ആർക്കിടെക്ചറിലുള്ളൊരു പ്ലേസാണ്. അപ്പോൾ അങ്ങനത്തെ വാക്കിംഗ് സ്ട്രീറ്റ് കുറേ ഉണ്ട്. അപ്പോൾ അതിലൂടെ നടന്നിട്ട് ഇവിടെ തൊട്ടടുത്തൊരു സബോയ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ സബോയ് മാർക്കറ്റും അതിൻ്റെ ഓപ്പോസിറ്റ് ഇതേപോലെ തന്നെ ഒരു പഴയ ആർക്കിടെക്ചറിലുള്ള ഒരു സ്ഥലവും കൂടെ നമുക്ക് കാണാനുണ്ട്. അങ്ങനെ ഞാൻ രജിസ്ഥാൻ സ്ക്വയറിൻ്റെ പുറത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉസ്ബെക്കിസ്ഥാനി വന്നു. എന്നോട് അവർ ചോദിച്ചു നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരും. അപ്പോൾ ഇവിടെ 12:30 ആയിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് എന്നെ പള്ളിയിലേക്ക് വിളിച്ചേക്കാണ്. ഞങ്ങൾ പള്ളിയിലേക്ക് ഒന്ന് പോയേക്കാണ്. ഞാൻ പറഞ്ഞു ഓക്കെ ഞാനും കൂടെ വരാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒന്നിച്ച് പള്ളിയിലേക്ക് നടന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവർക്ക് ഇന്ത്യക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ശരിക്കും നമ്മളോട് സംസാരിക്കാൻ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ തട്ടി ഒപ്പിച്ച് എങ്ങനെയെങ്കിലും അവർ സംസാരിക്കാൻ നോക്കും. ഉസ്ബെക്കിസ്ഥാനികൾക്ക് ഒരു ഇന്ത്യൻ ഫ്രണ്ട് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എൻ്റെ കൂടെ വന്നവർ ഫെർഗാന എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്നവരാണ്. അവർ സമർഗന്ധ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ നിസ്കരിച്ച് പുറത്തിറങ്ങി. അവരെ ഞാൻ ഫുഡിന് ക്ഷണിച്ചപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ നിൽക്കുന്നില്ല, പെട്ടെന്ന് പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും രജിസ്ഥാൻ സ്ക്വയറിൻ്റെ അടുത്തുള്ള സിയോബ് മാർക്കറ്റ് ഒന്ന് കാണാമെന്ന്. ഞാൻ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഫുഡ് കഴിച്ചാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഉച്ചയായി. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ നാട്ടിലെ ദാബ റെസ്റ്റോറൻറ്റ് പോലുള്ള ഒരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ കയറി. അവിടെ നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ടുണ്ടായിരുന്നത് കോഫിയും ടീയും പിന്നെ ഉരുളക്കിഴങ്ങിനെ കൊണ്ടുണ്ടാക്കിയ പൊരി ഐറ്റംസും സമൂസയൊക്കെയാണ്. ഉസ്ബെക്കിസ്ഥാനിലെ പല സ്ഥലത്തു നിന്ന് ഞാൻ സമൂസ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു രൂപത്തിലുള്ള സമൂസ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അവിടുന്ന് അങ്ങനെ സമൂസയും ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു കടിയും കഴിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടായിരുന്നു കട. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, ഒന്നിനും വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അങ്ങനെ അവിടുന്ന് നടന്ന് ഞാൻ അമീർ തിമൂർ മസ്ജിദിന്റെ അരികിലൂടെ സിയോബ് മാർക്കറ്റിന്റെ മുന്നിലെത്തി. സിയോബ് മാർക്കറ്റ് മുന്നിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി താഷ്കന്തിലെ ചോർസു ബസാർ പോലൊരു മാർക്കറ്റാണെന്ന്. മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഞാൻ കണ്ടത് ചെറിയ ടേബിളുകൾ ഇട്ട് അതിൽ സാധനങ്ങൾ വിൽക്കുന്ന ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളാണ്. നമ്മൾ ചോർസു ബസാറിൽ കണ്ട പോലെ. ഞാൻ ആദ്യം തന്നെ കയറിയ സെക്ഷനിൽ ചോക്ലേറ്റ്സും സ്വീറ്റ്സ് ഒക്കെ ആയിരുന്നു വിൽക്കുന്നുണ്ടായിരുന്നത്. തൊട്ടരികിൽ തന്നെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നമുക്ക് പൊതുവെ പരിചയമില്ലാത്ത, നമ്മൾ സാധാരണ കഴിച്ചിട്ടില്ലാത്ത കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സ് ഒക്കെ ഞാൻ അവിടെ കണ്ട്. അങ്ങനെ ഞാൻ നട്ട്സിന്റെ സെക്ഷനിൽ നിന്ന് ഓരോ സാധനങ്ങൾ ടേസ്റ്റ് നോക്കി. നമുക്ക് അവിടുന്ന് ശരിക്കും എന്ത് സാധനങ്ങളും ടേസ്റ്റ് നോക്കാം, നമുക്ക് ഇഷ്ടമുണ്ട് വാങ്ങിയാൽ മതി. അങ്ങനെ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ട കുറച്ച് നട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് വെജിറ്റബിളും ഫ്രൂട്ട്സും പലചരക്ക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന സെക്ഷന്റെ ഉള്ളിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇന്ത്യ അവിടെ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് ശരിക്കും അമീർ തിമൂർ മോസ്ക് കാണാൻ പറ്റുമായിരുന്നു. എന്നാൽ പിന്നെ അതും കൂടെ ഒന്ന് കണ്ടിട്ട് ഇറങ്ങാം എന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് നടന്നു. ഈ ഒരു മസ്ജിദിന്റെ പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി രജിസ്ഥാൻ സ്ക്വയറിന്റെ ഉള്ളിൽ നമ്മൾ എന്താണോ കണ്ടത് അതുപോലെ തന്നെയാണ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് കയറാൻ നിന്നില്ല, പുറത്തേക്ക് നടന്നു. നമ്മൾ താഷ്കന്തിലെ അമീർ തിമൂർ സ്ക്വയറിലൊക്കെ പോയ പോലെ വളരെ നീറ്റായിട്ട് കീപ്പ് ചെയ്യുന്ന സ്ട്രീറ്റുകളായിരുന്നു ഇതെല്ലാം. മെയിൻ റോഡിലേക്ക് എത്തുന്നതിന്റെ തൊട്ടു മുന്നേ ഇസ്ലാം കരിമോവിന്റെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ഈ ഇസ്ലാം കരിമോവ് എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആണ്. ഉസ്ബെക്കിസ്ഥാന്റെ ഇൻഡിപെൻഡൻസിനൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് ഇസ്ലാം കരിമോവ്. അങ്ങനെ ആ സ്റ്റാച്ചു ഒക്കെ കണ്ട് ഞാൻ മുന്നോട്ടേക്ക് നടന്ന് വണ്ടി കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക്. ഞാനിവിടെ രജിസ്ഥാനും അതേപോലെ തന്നെ അമീർ തിമൂർ മോസ്കും ഇതുപോലുള്ള എല്ലാ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടുന്ന് താഷ്കന്തിലെ സെൻട്രൽ ഏഷ്യൻ പുലാവ് സെന്റർ പോലെ സമർഗന്തിൽ ഏറ്റവും ഫേമസ് ആയിട്ട് ഒരു പുലാവ് സ്പോട്ട് ഉണ്ട്, ലെക്സോഷ്. അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് ഇവിടെ കുട്ടികൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ഓഷ്. ഇന്നലെ ഒരു കുട്ടീനെ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഓഷ് എന്താണ് ഓഷ്, അതായത് ഓഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു തരം പുലാവാണ്. ആ ഓഷ് എന്ന് പറഞ്ഞിട്ടുള്ള പുലാവ് ടൈപ്പ് സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു സാധനം ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അതും കൂടെ ഒന്ന് പോയി നോക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ടാക്സി ബുക്ക് ചെയ്തു, യാൻഡെക്സിൽ ടാക്സി ബുക്ക് ചെയ്തു. ആ സമയത്താണ് ഓപ്പോസിറ്റ് സൈഡിൽ സമർഗന്ധ് ബ്രെഡ് വിൽക്കുന്നത് കാണുന്നത്. നമുക്ക് തിന്നാനൊന്നും പറ്റില്ല, ഭയങ്കര കട്ടിയുള്ള ഒരു ടൈപ്പ് ബ്രെഡാണ് ഞാനിവിടെ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും ഉരുളക്കിഴങ്ങ്, മൈദ, ചിക്കന്, പിന്നെ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതൽ ഇവരുടെ ഫുഡ് ഐറ്റംസിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ പറഞ്ഞേക്കുന്നത് ഈ സാധനങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഇഷ്യൂ കാരണം, അതായത് ഒരുപാട് ഫാറ്റുകൾ കഴിക്കുന്നതുകൊണ്ടുള്ള ഇഷ്യൂ കാരണം ഒരുപാട് രോഗികൾ വരാറുണ്ടെന്നുള്ളത്. പുലാവ് എന്ന് പറയുന്നത് ശരിക്കും ബിരിയാണി പോലൊരു സാധനമാണ്. പക്ഷേ ബിരിയാണിയിലുള്ളതിനേക്കാളും ഒരുപാട് എണ്ണ ഉണ്ടാവാറുണ്ട് ഈ പുലാവിൽ. പുലാവാണ് ഇവരുടെ ദേശീയ ഭക്ഷണം. ഇവിടെയുള്ള ആളുകൾ ഇതിന് പ്ലോവ്, പിലാഫ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഞാൻ ടാക്സിയിൽ ലെക്സോഷിൻ്റെ മുന്നിലെത്തി. ലെക്സോഷിൽ കയറി വെക്കുന്ന സമയത്ത് അവിടെ ആരുമില്ലായിരുന്നു. ചിലപ്പോൾ റെഗുലർ ടൈം കഴിഞ്ഞിട്ടായിരിക്കണം ഞാൻ വന്നിട്ടുണ്ടാവുക. ഞാൻ വന്ന സമയത്ത് ഓൾമോസ്റ്റ് 5 മണിയായിട്ടുണ്ടായിരുന്നു. ആ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡ് തന്നെയാണ് കിച്ചൺ ഓപ്പൺ ആയിരുന്നു. നമുക്ക് ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഓഷ് ഉണ്ടാക്കുന്ന കിച്ചണും കാര്യങ്ങളൊക്കെ അവർ എന്നോട് ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു. പുലാവിൻ്റെ കൂടെ സാധാരണ അവർ എന്തെങ്കിലും പച്ചക്കറിയോ ഫ്രൂട്ട്സ് ഒക്കെ ഇടും. ചില സ്ഥലങ്ങളിലൊക്കെ ക്യാരറ്റാണ് കണ്ടിട്ടുള്ളത്, ചില സ്ഥലങ്ങളിൽ പൈനാപ്പിളാണ് ഇടുന്ന കണ്ടിട്ടുള്ളത്. ഞാൻ പുലാവ് സെൻറ്ററിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ പക്ഷേ ആ മധുരവും ആ ഒരു റൈസും പിന്നെ ആ ഒരു മീറ്റും ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ്. എനിക്ക് വലിയ ടേസ്റ്റിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഡ്രാസ്റ്റിക്കൽ ഡിഫറൻസ് ഒന്നുമില്ല, കാരണം ഞാൻ ഫുഡി ഒന്നുമല്ല.
അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. ഓക്കെയാണ്, ഒരു വട്ടം വന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ അവിടുന്ന് പുലാവും കഴിച്ച് ഞാൻ നേരെ ഹോട്ടലിലേക്ക് പോകും. സമർഗന്ധ് പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമർഗന്ധിൽ സിൽക്ക് റോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ രാത്രി പോവുകയാണെങ്കിൽ കാണാൻ നല്ല രസമാണെന്ന്. അങ്ങനെ ഞാൻ കുട്ടികളെ വിളിച്ചു, സിൽക്ക് റോഡ് കാണാൻ വരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. സിൽക്ക് റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്, പണ്ടത്തെ സിൽക്ക് റൂട്ടൊന്നുമില്ല കേട്ടോ. സിൽക്ക് റോഡ് എന്ന് പറഞ്ഞിട്ട് ഉസ്ബെക്കിസ്ഥാൻ പ്രത്യേകമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കുട്ടികൾ സാധാരണ അവരുടെ വെക്കേഷൻസിൽ, അതായത് ഒരാഴ്ചയൊക്കെ വെക്കേഷൻ കിട്ടുന്ന സമയത്ത് വരുന്ന ഒരു സ്ഥലമാണ്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറൊക്കെ വരാനുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നല്ല പ്രോഗ്രാംസാണ് കാര്യങ്ങളാണെന്ന് കുട്ടികൾ പറഞ്ഞുകൊണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പണ്ട് ചൈനയും ഇന്ത്യയും ആഫ്രിക്കനൊക്കെ ബന്ധിപ്പിച്ചിരുന്ന ഒരു വാണിജ്യ പാതയായിരുന്നു സിൽക്ക് റോഡ്. ചൈനയിൽ നിന്നുള്ള സിൽക്കായിരുന്നു ഈ പാതയിലൂടെ പ്രധാനമായിട്ടും കൊണ്ടുപോയിരുന്നത്. അതുകൊണ്ടാണ് ഇതിന് സിൽക്ക് റോഡ് എന്നുള്ള പേര് വന്നത്. ഈ സിൽക്ക് റോഡ് കണക്ട് ചെയ്തിരുന്ന സെൻട്രൽ ഏഷ്യയിലുള്ള ഒരു ഭാഗമായിരുന്നു ഉസ്ബെക്കിസ്ഥാനിലെ സമർഗന്ധ്. എന്നാലും ആ സിൽക്ക് റോഡിന്റെ ഓർമ്മക്കാണോ ഈ സിൽക്ക് റോഡ് എന്ന് പറഞ്ഞ സ്ഥലം ഉള്ളത് എന്നുള്ള എനിക്കറിയില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ ഇറങ്ങിയ സ്ഥലത്ത് ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഒന്ന് നടന്നു നോക്കി. ഞങ്ങളിവിടെ സിൽക്ക് റോഡ് വന്നേക്കാണ്, നല്ല പരിപാടി ഉണ്ടാവും, അടിപൊളിയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഇവിടെ ഒരു വിജനമായിട്ട് കിടക്കുകയാണ്, ഒരാളും മനുഷ്യനും ഇല്ലാത്ത പോലെ കിടക്കുകയാണ്. ചിലപ്പം എന്തെങ്കിലും ഉണ്ടായേക്കാം മുന്നോട്ട് പോകുന്ന സമയത്ത്. അങ്ങനെ നടന്ന് മെയിൻ പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തി. ഒരുപാട് ലൈറ്റ് കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത നമ്മൾ താഷ്കന്തിലെ മാജിക് സിറ്റിയൊക്കെ കണ്ടുപോലൊരു സ്ഥലമായിരുന്നു ഈ സിൽക്ക് റോഡ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് ഉസ്ബെക്കിസ്ഥാൻ്റെ പഴമ കാണിക്കുന്ന ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഓരോ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ചുറ്റിക്കണ്ട്. അങ്ങനെ ഒരു ബിൽഡിങ്ങിൽ ഞാൻ വെറുതെ ഒന്ന് തൊട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് മുഗൾ രാജാക്കന്മാർ ഉണ്ടാക്കി വെച്ച ആർക്കിടെക്ചേഴ്സ് ഒന്നുമല്ല, ഇതിപ്പോൾ ടൂറിസ്റ്റുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയതാണ്. ഇവിടെ കുറേ സ്ഥലങ്ങൾ ഓൾറെഡി ഉള്ളുണ്ട്, രജിസ്ഥാനും കാര്യങ്ങളൊക്കെ പണ്ട് മുതലേ ഉള്ളതാണ്. പക്ഷേ ഈ ഒരു ഇതൊക്കെ അവർ പിന്നെ ഇപ്പം ഉണ്ടാക്കിയതാണ്, പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. അവിടെ ആ ഒരു സിൽക്ക് റോഡിൻ്റെ ഉള്ളിൽ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിന് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ വിൻ്റർ ആണെങ്കിൽ കൂടി നല്ല തണുപ്പുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കണ്ട് ഞങ്ങൾ അവിടുന്ന് പിസ്സ കഴിക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്തുള്ള ഒരു പിസ്സ ഷോപ്പിലേക്ക് പോകാമെന്ന് വെച്ചു. അത് അപ്പെക്സ് എന്ന പേരിൽ 24/7 വർക്ക് ചെയ്യുന്ന ഒരു പിസ്സ ഷോപ്പായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് ഇന്റീരിയറൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിസ്സ ഉണ്ടാക്കുന്ന ആളെ എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പിസ്സ മുകളിലേക്ക് എറിഞ്ഞ് കറക്കിക്കൊണ്ട് ഒരു പ്രസന്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുത്തെ കിച്ചണൊക്കെ ഓപ്പൺ ആയിരുന്നു, നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പിസ്സ ഓർഡർ ചെയ്ത്. എനിക്ക് അവിടുത്തെ പിസ്സ ചിലത് ഇഷ്ടപ്പെട്ടു, ചിലത് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ഒരു ഏവറേജ് ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാത്തിനും. അങ്ങനെ ഞങ്ങൾ പിസ്സ കഴിച്ച് കഴിഞ്ഞ് കുട്ടികൾ അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി, ഞാൻ എൻ്റെ റൂമിലേക്ക് വന്നു. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ സമർഗന്ധിലെ എൻ്റെ അവസാനത്തെ ദിവസമാണ്. നാളെ നമുക്ക് ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാം.